ഞങ്ങളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന് കുറേ ആയിട്ട് വിചാരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ വിചാരിക്കുന്ന പോലെ ഒന്നും എടുക്കാൻ പറ്റാറില്ല. കാര്യം നമ്മളുടെ ഡേ എങ്ങനെയൊക്കെയാണോ പോകുന്നതെന്ന് നമുക്ക് പോലും പ്ലാനില്ലാതെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും രാവിലെ ഒരു 5:15 ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അതിന് മുമ്പ് തന്നെ ഉണർന്നിട്ടുണ്ട്, ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വഴിയെ നമുക്ക് കാണാം. ഇന്നെന്തായാലും ഞങ്ങളുടെ ഒരു മോർണിംഗ് റൊട്ടീൻ ഒന്ന് കാണിക്കാം എന്നാണ് വിചാരിക്കുന്നത്. അതിലെന്തൊക്കെ ഉൾപ്പെടുത്തും, എന്തൊക്കെ കാണുമെന്നറിയില്ല. എന്തായാലും ഈ സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ മോളൊക്കെ ഉണർന്ന് ഉഷാറായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലാവില്ലേ അവളും എത്ര നേരത്തെ ഞങ്ങളുടെ കൂടെ എഴുന്നേക്കും എന്നുള്ളത്. അവൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഒരു വാശിയും ഇല്ലാതെയാണ് രാവിലെ എഴുന്നേറ്റ് വരുന്നത്. അവൾക്കും ചെറിയ രീതിയിൽ ഫീഡൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ 1 വയസ്സ് കഴിഞ്ഞുകൊണ്ട് ഫുഡൊക്കെ കഴിക്കാറായിട്ടുണ്ട്. സോ ആദ്യം നമ്മുടെ പ്ലാന് വർക്കൗട്ടിന് കയറാം എന്നുള്ളതാണ്. ജസ്റ്റ് ഒരു സ്ലിം ടീ ഒക്കെ കുടിച്ചിട്ടാണ് നമ്മൾ വർക്കൗട്ടിന് പോകുമ്പോൾ മോളെ ഞങ്ങൾ വീട്ടിൽ തറവാട്ടിൽ കൊണ്ടാക്കും. ഉമ്മച്ചിയുടെ അടുത്ത് കൊണ്ടാക്കിയിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. രാവിലെ എന്താ പറയുക, വെളിച്ചം പോലും വരുന്നില്ല ആ സമയത്താണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആദ്യം മൂത്ത മോൾ, ആ വിഷ്വൽ ഞാൻ എടുത്തില്ല കേട്ടോ. മൂത്ത ആളെ നമ്മൾ മദ്രസയിലാക്കാൻ വേണ്ടിയിട്ടും പോയി. അവിടെ നിന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിട്ട് കുഞ്ഞുവാവേനെ അവിടെ കൊടുത്തു ഞാൻ തിരിച്ച് ഇറങ്ങുമ്പോൾ കുഞ്ഞുവാവ കരയോ എന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട്. കാര്യം നിങ്ങളിങ്ങനെ പോരുമ്പോൾ കരയോ എന്നൊക്കെ. പക്ഷെ അവൾ നോക്കിക്കോ, ഭയങ്കര ഹാപ്പി ആയിട്ട് അങ്ങനെ അവിടെ ഇരിക്കും. ഇനി അത് അവളുടെ ഒരു ലോകമാണ് കേട്ടോ. ഇപ്പം നേരം പരപരാ വെളുത്ത് തുടങ്ങി. ഞങ്ങൾ ജിമ്മിലെത്തിയിട്ടുണ്ട്. ജിമ്മിലെത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് അവിടുന്ന് ഞങ്ങളൊരു കോഫി കുടിക്കും. അത് ഞങ്ങൾ നിർബന്ധമാണ്. അത് അവിടുത്തെ കോഫിയാണ് ഇഷ്ടം. വീട്ടിലെ കോഫിയും ചായയൊന്നും അങ്ങനെ കുടിക്കാറില്ല. അവിടെ പോയി കഴിഞ്ഞാൽ ഒരു കോഫി ഞങ്ങൾ കുടിക്കും. പിന്നെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുള്ള വീറ്റ് ബ്രെഡും പീനട്ട് ബട്ടറും കൂടെ മിക്സ് ചെയ്തത് കൊണ്ടുവരാറുണ്ട്. ഇന്നതൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അതും ഞങ്ങൾ കഴിച്ചിട്ടായിരിക്കും ഞങ്ങളുടെ ആ ഒരു ഡേ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വർക്കൗട്ടിന് കയറുക ചെയ്യുക. നമ്മളൊരു 1 ഹവറൊക്കെയാണ് വർക്കൗട്ടെങ്കിലും നമ്മൾ അവിടെ എല്ലാവരുമായിട്ട് സംസാരിച്ച് ഭയങ്കര ഒരു ഹാപ്പി ഫീലായിരിക്കും നമ്മളുടെ ആ ഒരു ദിവസം തന്നെ തുടങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേരെ രാവിലെ കണ്ട് അവരുടെ വിശേഷങ്ങൾ അറിഞ്ഞ് നമ്മുടെ വിശേഷങ്ങൾ അറിഞ്ഞ് നമ്മൾ ഭയങ്കര ഹാപ്പി മൂഡായിരിക്കും. പിന്നീട് നമ്മുടെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ ഒരു ഫീലിലായിരിക്കും കേട്ടോ. ചായ കുടിക്കാൻ നല്ലോണം സമയമെടുത്തു. ഭയങ്കര ചൂടുള്ള ചായയൊക്കെ ആയിരുന്നു. പിന്നെ ജിമ്മിലേക്ക് കയറി നമ്മൾ വീട്ടിൽ നിന്ന് ഇട്ടിട്ട് വന്നിട്ടുള്ള ഷൂ ഒക്കെ മാറ്റി നമ്മൾ ജിമ്മിലേക്ക് തന്നെ സെപ്പറേറ്റ് ഒരു ഷൂ ഒക്കെ ഇട്ടു. അപ്പോൾ അവിടെ സുംബ ഡാൻസ് കാണുന്നുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഇന്ന് നമുക്കൊരു മാരേജ് ഉണ്ട്. അതായത് നമ്മുടെ സുംബ ട്രെയിനറുടെ മാരേജ് ഉണ്ട്. ഞാൻ സുംബയിലൊന്നും പോകുന്നില്ല, പക്ഷെ അവിടെ നടക്കുന്നതാണ്. അപ്പോൾ അവരതിൻ്റെ പ്രാക്ടീസ് നടക്കുകയാണ്. ഇതൊക്കെ അവിടുത്തെ ട്രെയിനേഴ്സാണ് കേട്ടോ. ഇവിടെ കുറേ ട്രെയിനേഴ്സ് നമ്മൾ ഭയങ്കര കമ്പനിയാണ്. എന്നാലും ഞങ്ങളുടെ പേഴ്സണൽ ട്രെയിനറെ ഇപ്പം കാണിച്ചു തരാം, വരുന്നു, എന്തേ പറയാതെ വന്നു എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഞങ്ങൾ കുറച്ചും കൂടെ ഇന്ന് നേരത്തെയാണെന്ന് ഇറങ്ങിയത്. നേരത്തെ ഇറങ്ങി ഇന്ന് മോളെയൊക്കെ ആക്കണമല്ലോ എന്നാലോചിച്ച് കുറച്ചും കൂടെ നേരത്തെ ഇറങ്ങിയതാണ്. പിന്നെ അവിടെ അവരൊക്കെ ആയിട്ട് സംസാരിച്ചു. ശരിക്കും വർക്കൗട്ട് എന്നുള്ളത് മാത്രമല്ല, നമ്മളിങ്ങനെ ഒരുപാട് നെറ്റ്വർക്ക്സ് ഉണ്ടാക്കുകയാണ്. ഒരുപാട് പേരായിട്ട് സംസാരിക്കുന്നു, അവരുടെ വിശേഷങ്ങൾ അറിയുന്നു. ഭയങ്കര ഹാപ്പി ഫീലാണ്. അതാണ് മെയിൻലി നമ്മുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ നമ്മൾ ഡെയിലി ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, അങ്ങനെയല്ലല്ലോ. നമ്മൾ ഒരുപാട് പേരെ കാണുക, സംസാരിക്കുക, കുറേ നേരം ചിരിക്കുക. ഇതൊക്കെ നമ്മളുടെ ഒരു സൗന്ദര്യത്തിൻ്റെ ഒരു രഹസ്യമായിട്ട് മാറുന്നുണ്ട് കേട്ടോ. അല്ല, സത്യമാണല്ലോ. അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഞങ്ങളുടെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യം വാമപ്പൊക്കെ ചെയ്യണം. എനിക്ക് കൂടുതലും ട്രെയിനർ ഉണ്ടെങ്കിലും ഞാൻ ഫോളോ ചെയ്യുന്നത് ഇക്കാനെയാണ് കേട്ടോ. ഇക്ക എന്താണോ ചെയ്യുന്നത് അത് തന്നെ ഫോളോ ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുക. ഞാൻ ഡെലിവറിക്ക് ശേഷം ഇപ്പോൾ റീസെൻ്റായിട്ടാണ് ഞാൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ശരിക്കും വെയിറ്റ് ലോസ് അങ്ങനെയൊന്നും അല്ല. ഞാൻ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബോഡി കുറച്ചും കൂടെ സ്ട്രെങ്തൻ ആവുക, സ്ട്രോങ് ആവുക, ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ കൂടുതലും ഇക്കാൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാം എന്നൊക്കെയാണ്. എപ്പോഴും ഇക്കാൻ്റെ കൂടെ തന്നെയാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. എന്നാലും ഇക്ക എന്താണോ ചെയ്യുന്നത്, ഇക്കയാണ് എൻ്റെ ഗുരു. ഇക്ക ചെയ്യുന്നത് ഞാനവിടെ ഫോളോ ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ഇക്ക എടുക്കുന്ന അത്ര വെയിറ്റ് ഒന്നും എന്നെ കൊണ്ട് താങ്ങൂല. എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യും ഇക്ക എന്താണോ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അത് തന്നെ ഫോളോ ചെയ്യാനാണ് എനിക്കിഷ്ടം.
അങ്ങനെ നമ്മുടെ വാമപ്പ് ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത്. കാര്യം നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കുമ്പോൾ കുറേയൊക്കെ കട്ട് ചെയ്ത് പോവണ്ട. ഒരു മോർണിംഗ് ആണെങ്കിലും ആ ഒരു ഇത് തന്നെ നിങ്ങൾക്ക് കാണാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ ഭയങ്കര ലൈറ്റായിട്ടായിരിക്കും കേട്ടോ വർക്കൗട്ട് ചെയ്യുന്നത്. അതൊക്കെ പറയുന്നത് പോലെ ലൈറ്റായിട്ട് ചെയ്യും. ഇതിനൊക്കെ ശേഷം നമ്മുടെ ട്രെയിനർ വന്നിട്ട് നമുക്ക് വാമപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഒരു സെക്ഷൻ ഉണ്ടാവും. അതിനു മുമ്പ് നമ്മൾ മാക്സിമം നമ്മുടെ ബോഡിയൊക്കെ എങ്ങനെയൊക്കെ പറയുക, ബോഡിയൊക്കെ നമ്മൾ വാമപ്പ് ചെയ്യുന്നത് എന്തിനാ, സ്ട്രെച്ച് ചെയ്യാണ്. അതെ, സ്ട്രെച്ചിങ് ചെയ്യണം. അതിന് ശേഷം നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇന്ന് നമുക്ക് പുതിയ ട്രെയിനറാണ്, അതായത് നമ്മുടെ ട്രെയിനർ ഇന്ന് കുറച്ച് ബിസിയാണ്. ഇതിന് ശേഷം ഞങ്ങൾക്കൊരു മാരേജ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ ജിമ്മ് ഫുൾ എല്ലാവർക്കും ഉള്ള മാരേജാണ്. അപ്പോൾ എല്ലാവരും അവിടെ ആയിരിക്കും. അപ്പോൾ ഇന്ന് കുറവാണ് ആളുകളൊക്കെ. അപ്പോൾ നമ്മുടെ ട്രെയിനർ ഒന്ന് ബിസി ആയതുകൊണ്ട് നമുക്കൊരു പുതിയൊരു ട്രെയിനറായിരുന്നു കിട്ടിയത്. അപ്പോൾ ആളും നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പുതിയ കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. സോ നല്ലതാണ്, അടിപൊളിയാണ്. നമ്മളെപ്പോഴും വർക്കൗട്ടിനൊക്കെ പോകുമ്പോൾ നമുക്കൊരു ട്രെയിനർ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെനിഫിറ്റാണ്. നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായ വേയിലൂടെ എല്ലാം പറഞ്ഞു തരാനും ചെയ്യാനും ഒക്കെ ഒരാളുണ്ടാവുമ്പോൾ അത് ബെസ്റ്റായിരിക്കും. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ചങ്ങായി എന്നെ ട്രെയിൻ ചെയ്യുന്നത്. എന്തായാലും കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ ചെയ്തൊക്കെ തരുന്നുണ്ട്. അതിന് ശേഷം എന്താ, വർക്കൗട്ട് കാണാമല്ലേ. വർക്കൗട്ട് ഇങ്ങനെ കുറേ ഉണ്ട്, അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം എന്നുള്ളതാണ്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ആരൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ടെന്ന് നോക്കാമല്ലോ. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോ ഇടാൻ ഇനി ശ്രമിക്കുന്നുണ്ട്. ഇതുപോലെ ഒന്നെങ്കിൽ നമ്മുടെ ഒരു മോർണിംഗ് റൊട്ടീൻ, അല്ലെങ്കിൽ ഇനി ഷോപ്പ് ഡേ, അല്ലെങ്കിൽ ഓഫീസ് ഡേ, അതോ അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോകുന്ന വ്ളോഗ്, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ കാണിക്കാൻ നമ്മുടെ ഒരു ലൈഫ് എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. സോ പിന്നെ നമുക്ക് ഒരു ചാനലുള്ള ഇൻസ്റ്റാഗ്രാമിലൊരു പേജുള്ള കാര്യം അറിയാമല്ലോ, മിസ് നാച്ചുറൽസ്. സോ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് എല്ലാം അതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ അത് പറയണം. സോ വർക്കൗട്ട് കഴിഞ്ഞപ്പോഴേക്കും നല്ലോണം നേരം വെളുത്തു. ഇപ്പം വേറെ വിചാരിക്കും കുറേ സമയമാവുമെന്ന്. ഇല്ല, ഒരു 9 മണിയൊക്കെ ആയിട്ടുള്ളൂ. ഇത് ഞങ്ങളുടെ എൻ്റെ വലിയൊരു ഡ്രീമാണ് കേട്ടോ, നമ്മളുടെ സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളത്. അത് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാ ഉടനെ തന്നെ വീട് പണി കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വീട് പണീൻ്റെ അവിടേക്ക് ഒന്ന് പോയി അതൊന്ന് കണ്ടതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറൊന്ന് വാഷ് ചെയ്യാൻ കൊടുക്കണം. വാഷ് ചെയ്യൽ കഴിയുന്നതിന് മുമ്പ് തന്നെ ചുമ്മാ നിൽക്കാക്കുന്നൊരു ഡ്രസ്സ് നോക്കാൻ തോന്നുന്നുണ്ട്. ഈ ഒരു സംഭവം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതിനെ കൂമ്പെന്നാണ് പറയുക. അതായത് കൂമ്പ് എന്തിൻ്റെ സംഭവമാണ്? ഇപ്പം കൂമ്പെന്ന് പറഞ്ഞാൽ പന നൊങ്കില്ലേ, പനന്തുങ്ങ്, അതിങ്ങനെ മുളച്ചിട്ടുണ്ടാകുന്നൊരു സംഭവം. ഞാൻ പാലക്കാട് മാത്രമേ ഇങ്ങനെ കണ്ടുള്ളൂ. അതിൻ്റെ ടേസ്റ്റാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അതുകൊണ്ട് തന്നെ ഇക്ക ഈ ഡ്രസ്സ് എടുത്തില്ല. ഇക്കാൻ്റെ ടേസ്റ്റും എൻ്റെ ടേസ്റ്റും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇക്കൊരു വേറൊരു ടൈപ്പ് എടുത്തത്, അതെന്തായാലും ഈ വീഡിയോയിൽ ലാസ്റ്റ് കാണാം. ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷം സാരിയൊക്കെ എടുത്തിട്ടാണ് ഇന്ന് റിസപ്ഷന് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഇക്കാനെ കാണണ്ടേ. പിന്നെ നമ്മുടെ ട്രെയിനറെ കണ്ടില്ലായിരുന്നു, ട്രെയിനറും ഉണ്ട് കേട്ടോ. വളരെ ഭയങ്കര ലുക്കിലാണ് വന്നിരിക്കുന്നത്. വരുന്നത് നമ്മുടെ കഥാനായകൻ. ഇതാണ് ഇക്ക എടുത്ത ഡ്രസ്സ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് മറ്റേതായിരുന്നു കൂടുതൽ ഇഷ്ടമായത്. പക്ഷേ ഇക്കാൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ട്, അതാകുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവും. എൻ്റെ ടേസ്റ്റ് അത്ര പെട്ടെന്ന് അങ്ങനെ എനിക്ക് അത്രയ്ക്കാണ്ട് ആ ഒരു ഫാഷൻ സെൻസ് ഒന്നും ഇല്ല. സോ ഞങ്ങളങ്ങനെ അവിടെയും കുറേ പേരെയൊക്കെ കണ്ട് സംസാരിച്ചു. ഇതാണ് നമ്മളുടെ സുംബ ട്രെയിനർ, അതേപോലെ തന്നെ നമ്മുടെ ടീം എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മളവിടെ എല്ലാവരുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഭയങ്കര രസമാണ്. ഒരു ദിവസം കുറേ പേരുമായിട്ടുള്ളൊരു ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നത്. നേരത്തെ നിങ്ങൾ കണ്ടവരെല്ലാവരും തന്നെ ഈ ഒരു വിഷ്വലിൽ കാണാം. എല്ലാവരും ഭയങ്കര എന്താ പറയുക, ഒരു ചിൽ മൂഡിലാണ്. ഭയങ്കര ഡാൻസും പാട്ടും ആ ഒരു വൈബിലാണ് എല്ലാവരും. ഞാൻ എന്തായാലും പാട്ടൊന്നും ആഡ് ചെയ്യുന്നില്ല, പിന്നെ അത് കോപ്പിറൈറ്റ് വന്നിട്ട് പിന്നെ ഞാനത് ഡിലീറ്റ് ചെയ്യാൻ നിൽക്കണം അല്ലേ. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരുമല്ലോ അല്ലേ ഇക്ക. അപ്പോൾ പിന്നെ ഞാൻ അതൊന്നും ചെയ്യാൻ നിൽക്കുന്നില്ല. കണ്ടില്ലേ, അടിപൊളി ഡാൻസൊക്കെ ആയിരുന്നു. ഈ ഡാൻസ് കൂടെ കളിക്കുന്നവരെല്ലാം തന്നെ ആളുടെ കൂടെ, അതായത് ആൾ സുംബ പഠിപ്പിക്കുന്ന ആളുകളാണ് കേട്ടോ. ഇവരുടെയൊക്കെ വക ഉണ്ടായിരുന്ന ഡാൻസാണ്, അടിപൊളിയായിരുന്നു. അങ്ങനെ നൈസായിട്ട് ഇന്നത്തെ ദിവസം ശുഭം എന്ന പോലെ കഴിഞ്ഞു. രാത്രി വീട്ടിലെത്തി. കുഞ്ഞുവാവ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അവളെന്നെ ഉമ്മ
ഉമ്മ എന്നിങ്ങനെ വിളിക്കും കേട്ടോ. ഉമ്മി ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞു തുടങ്ങി. ഒരു വയസ്സ് കഴിഞ്ഞില്ലേ, അപ്പം അതിൻ്റേതായ വർത്താനമൊക്കെ പറഞ്ഞു തുടങ്ങി. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം കേട്ടോ. ചാനൽ ഫോളോ ചെയ്തേക്കണേ. ബൈ.